ഹായ് ഓൾ, ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് നാച്ചുറൽ ഫേസ് പാക്ക്. അതിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണ തക്കാളി, നല്ല പഴുത്ത തക്കാളി, നാടൻ തക്കാളി കിട്ടുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇവിടെ ഒരു തക്കാളി ഉണ്ടായുള്ളൂ. ഇവിടെ ഒരു ചെടിയിൽ ഒരു തക്കാളി ഉണ്ടായിട്ട് പിന്നെ ചെടി കാര്യമായിട്ടൊന്നും അതിൽ കായ കാണാനില്ല. അപ്പം ഞാനത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം, ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനൽ പേസ്റ്റായിട്ട് അരയ്ക്കാം. പിന്നെ ഇതൊരു ക്യാപ്സ്യൂളാണ്. ഇത് വിറ്റാമിൻ ഇ, സി, ഡി എല്ലാം ഉണ്ട്, കണ്ടില്ലേ. ഇതെനിക്കൊരു ഡോക്ടർ അവർക്കൊരു സോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അതായത് ഒരു കെറ്റക്കണസോളൊക്കെ ഇട്ടിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ അവരെനിക്ക് തന്നതാണ് ഈ ടാബ്ലറ്റ്സ്. അതിൽ വിറ്റാമിൻ ഇതാ കാണാമല്ലേ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ ആൻഡ് സിങ്ക് ടാബ്ലറ്റ്സാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അതിലുണ്ട്. ഇനി പാല് എടുക്കുന്ന ആൾക്കാർക്ക് പാലെടുക്കാം. ഒരിക്കലും തേനും ചെറുനാരങ്ങയൊന്നും നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ എടുക്കരുത്. ചില ആൾക്കാർക്ക് തേന് പറ്റില്ല, ചില ആൾക്കാർക്ക് ചെറുനാരങ്ങ പറ്റില്ല. കാരണം കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് സൺ ടാൻ റിമൂവർ. ഇപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് സ്കൂട്ടറാണ്. അപ്പോൾ ഞാൻ നന്നായി കറുത്ത് വരികയാണ്. ഈ വെയിലൊക്കെ കൊണ്ട് സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ നന്നായി കറുത്ത് വരും. അപ്പോൾ എനിക്കാണെങ്കിൽ സമയം കിട്ടാറില്ല ഫേഷ്യലിലോ അതുപോലെ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ടത് താല്പര്യമില്ല. ഇവിടെ വന്നിട്ട് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തെ കരിവാളിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു ഫേസ് പാക്കാണ്, നാച്ചുറലായിട്ട്. അതിൽ ചെറിയൊരു കഷ്ണം നേന്ത്രപ്പഴം മതി കേട്ടോ. ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇല്ലെങ്കിൽ നോർമലായിട്ട് ഇത് അന്നന്നേക്ക് വേണ്ടത് വേണമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാനിതിൽ പകരം ചേർക്കണത്, ഇത് നന്നായി അരഞ്ഞു കിട്ടണ്ടേ, തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ. പാലുണ്ടെങ്കിലും നല്ലതാണ്. പാലിപ്പോൾ എനിക്കിവിടെ നല്ല പാലൊന്നും കിട്ടാനില്ല. പിന്നെ തേങ്ങാപ്പാൽ, ഇനിയിപ്പോൾ തേങ്ങ പിഴിഞ്ഞ് പാലൊക്കെ എടുത്തിട്ട് വേണം. എനിക്ക് ഭയങ്കര പെയിനുണ്ട്, ബോഡി പെയിൻ ആയിട്ട് ഇരിക്കുക ഞാൻ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തേങ്ങാപ്പാലൊന്നും എടുക്കണില്ല. പകരം ഞാൻ ചേർക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇതൊരു 5 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്തിട്ട് ഫൈനൽ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 ബൗളിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനങ്ങനെ 2 ബൗളിലേക്ക് മാറ്റി വെക്കണമെങ്കിൽ, ഒന്നിൽ അരിപ്പൊടി, നല്ല റൈസ് പൗഡർ, നമ്മൾ വീട്ടിലുണ്ടാക്കണ റൈസ് പൗഡർ എടുത്തോളൂ കേട്ടോ. കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങണതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നിൽ അരിപ്പൊടിയും ഇടുക, ഒന്നിൽ കോഫി പൗഡർ ഇടുക. അതായത് അരിപ്പൊടി ഇടുമ്പോൾ സ്ക്രബ്ബർ പോലെ ഉപയോഗിക്കാം. അരിപ്പൊടി ഇട്ടിട്ട് ഇനി കോഫി പൗഡർ, നമ്മുടെ സൺടാനൊക്കെ നല്ല സൺടാൻ ഉണ്ടെങ്കിൽ കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫേഷ്യൽ ചെയ്തിട്ടൊന്നും ഒരു 10 മിനിറ്റ്, ഒരിക്കലും ഡ്രൈ ആയി പോവാനിട വരരുത്. ഡ്രൈ ആയാൽ പെട്ടെന്ന് ചുളിവ് വരും. ഇനിയിപ്പോൾ കോഫി പൗഡർ അല്ല, ചെറുപയർ പൊടിയാണ്. ഡ്രൈ സ്കിന്നർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ചെറുപയർ പൊടിയാണ്. പരമാവധി തേന്, ചെറുനാരങ്ങയുടെ നീരൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇത് നാച്ചുറലായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നല്ല സ്മൂത്തായിരിക്കും സ്കിന്ന്. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് ഒത്തിരി നല്ല വീഡിയോസ്, ഇതുപോലെ നല്ല എനിക്ക് യൂസ്ഫുള്ളായ വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.